ഇനി സർപ്രൈസുകളൊന്നും ബഡ്ജറ്റിലില്ല. എല്ലാം നമ്മുടെ മുന്നിലായി. GDP ഗ്രോത്ത് ഭയങ്കരമായിട്ട് താഴേക്ക് വന്നു. പബ്ലിക്കിന്റെ കാശിരിക്കുന്നത് എപ്പോഴും നല്ലത്, ഗവൺമെന്റിൽ ഇരിക്കുന്നതിലും. ഗവൺമെന്റ് മോശമായതുകൊണ്ടല്ല. ഈ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ മോഡി എന്ന പ്രൈം മിനിസ്റ്ററിന്റെ പൊളിറ്റിക്കൽ അക്യൂമെന്റ് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ ബജറ്റിലും അവരുടെ എയിം എന്ന് പറയുന്നത് എവിടുന്നേലും എന്തെങ്കിലും പുതിയ സെക്ടേഴ്സ് കണ്ടുപിടിച്ച് ടാക്സ് ചെയ്ത് ടാക്സ് റവന്യൂ കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 70,000 GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 70,000 കോടി എന്ന് കൂടി അത് 1,70,000 കോടി വരെ ആയി. നമ്മളിപ്പോൾ ഡെവലപ്ഡ് ഇക്കോണമിയിലേക്ക് പോകുന്നതുകൊണ്ട് ആ സ്പെൻഡിങ് കൾച്ചർ കൂടെ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ലോവർ മിഡിൽ ക്ലാസ്സിന് തന്ന ഒരു 4 lakh എബോവ് ആയിട്ടുള്ളൊരു സാലറി റേഞ്ചോ അല്ലെങ്കിൽ ഇൻകം റേഞ്ചോ ഉണ്ട്. അപ്പർ മിഡിൽ ക്ലാസ്സിന് 12 lakh to 15 lakh വരെയുള്ളതാണ്. ടാക്സ് അസസ് ചെയ്ത് ഫയൽ ചെയ്ത് ഇടാനുള്ള ആൾക്കാരെ എണ്ണം കൂടും. മാസീവ് ആയിട്ടുള്ള ഒരു ജമ്പ്, അതായത് കംപ്ലൈൻസ് ഭയങ്കരമായിട്ട് വലുതാവണം. അത്രയും KYC ഡിസ്ക്ലോസ്ഡ് ആവും. ആ സമയത്ത് ഇത്തവണത്തെ ബജറ്റിൽ ഇപ്പോൾ ഈ സോളാർ പാനലുകൾക്കൊക്കെ കുറച്ച് വില കുറയാനുള്ള ചാൻസ്. അപ്പൊ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സിനും സെക്ടറിനും കൂടി ഇതൊരു ഫില്ലിപ്പ് അല്ലേ? ഗവൺമെന്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നു, സ്റ്റേറ്റ് ലെവൽസിന് വേണമെങ്കിൽ 1.5 crores ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്. പ്രത്യേകിച്ച് ട്രംപ് വന്നതിന് ശേഷം വലിയ തോതിലുള്ള അൺസർട്ടനിറ്റീസ് ഗ്ലോബലി ഉണ്ട്. ഇപ്പോഴും നമ്മുടെ പല ടാക്സ് റൂൾസും കണ്ടമാനം കോംപ്ലിക്കേറ്റഡ് ആണ്. റവന്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതല്ല ബജറ്റിന്റെ ഗോള്. വെൽക്കം ടു മൈഫിൻ പോസ്റ്റ് ബഡ്ജറ്റ് അനാലിസിസ്. ബഡ്ജറ്റിൽ എന്താണെന്നുള്ളത് ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി സർപ്രൈസുകളൊന്നും ബഡ്ജറ്റിലില്ല, എല്ലാം നമ്മുടെ മുന്നിലായി. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു സിറ്റിസൺ എന്ന രീതിയിൽ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എന്ന രീതിയിൽ, ഒരു ട്രേഡർ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതിനായി ഒരു എക്സ്പേർട്ട് പാനൽ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ബട്ട് അതിനു മുമ്പേ, ഞാൻ അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ 2 വാക്കുകൾ. ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് വന്നത്, അതായത് ഫസ്റ്റ് ടൈം ഗവൺമെന്റ് റിയലൈസ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഡിമാൻഡ് സൈഡ് ഇഷ്യൂസ് ആണ്, സപ്ലൈ സൈഡ് ഇഷ്യൂസ് മാത്രമല്ല. നമ്മൾ ഇത്രയും നാൾ 2-3 കൊല്ലത്തെ ബഡ്ജറ്റ് നമ്മൾ പുറകിലോട്ട് നോക്കിയാൽ കൂടുതലും സപ്ലൈ സൈഡ് ഇഷ്യൂസ് ആണ് ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്തിരുന്നത്. അതായത് മാനുഫാക്ചറിംഗ് സെക്ടർ, മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ പദ്ധതികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ PLI സ്കീംസ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ലേ ടു ഡിഫൻസ് ആൻഡ് റെയിൽവേസ്. അതായത് ഡിമാൻഡ് എത്രയുണ്ടെന്ന് നോക്കാതെ സപ്ലൈയിൽ തന്നെ മാത്രം ഗവൺമെന്റ് ഫോക്കസ് ചെയ്തു എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് നമ്മൾ പലയിടത്തും പറയാറുണ്ട്. കാര്യം എന്ത് പ്രോഡക്റ്റ് വന്നാലും എന്ത് സർവീസ് വന്നാലും അത് മേടിക്കാൻ ആൾക്കാർ വേണം, അതുകൊണ്ട് ഡിമാൻഡ് വേണം എന്നുള്ള. അടുത്ത കാലത്ത് നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു ദൂഷ്യം എന്ന് പറയുന്നത് അർബൻ കൺസംഷൻ വളരെ താഴെ പോയി, ഇൻഫ്ലേഷൻ ഉയർന്നു തന്നെ നിൽക്കുന്നു. എന്നാൽ തീർച്ചയായിട്ടും ആ ഡിമാൻഡ് ഇല്ല. GDP ഗ്രോത്ത് ഭയങ്കരമായിട്ട് താഴേക്ക് വന്നു. ഗവൺമെന്റ് അണ്ടർ പ്രഷർ ആയിരുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ടാക്സ് കട്ട് ചെയ്ത് സപ്ലൈ സൈഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിമാൻഡ് സൈഡ് ഇൻക്രീസ് ചെയ്യിക്കേണ്ട പ്രഷർ ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ചലഞ്ച് ഉണ്ടായിരുന്നു. അത് അവർ ഡെലിവർ ചെയ്തു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. രണ്ടാമത്, ഈ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ മോഡി എന്ന പ്രൈം മിനിസ്റ്ററിന്റെ പൊളിറ്റിക്കൽ അക്യൂമെന്റ് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഈ ഫെബ്രുവരി മാസം തീർച്ചയായിട്ടും US പോവുകയാണ്. അവിടെ വന്നത് ന്യൂ റെജീമാണ്, ന്യൂ പ്രസിഡന്റ് ആണ്, ന്യൂ ഡിസ്പെൻസേഷൻ ആണ്. ട്രംപ് ടാരിഫിന്റെ ദൈവമാണ് അദ്ദേഹം. മറ്റുള്ള കൺട്രിക്ക് ഓൾറെഡി ടാരിഫ്, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടാരിഫ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. മെക്സിക്കോ, കാനഡ, ചൈന എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ ടാരിഫ് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ചൈനയെക്കുറിച്ചും തീർച്ചയായിട്ടും ഇന്ത്യയെക്കുറിച്ചും അദ്ദേഹത്തിന് കൺസേൺഡ് ആണ്. ബട്ട് അതിന് മുമ്പായിട്ട് മിസ്റ്റർ മോഡി, അതായത് നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ അക്യുമെന്റ് അവിടെയും വിജയിച്ചിരിക്കുന്നു. ബഡ്ജറ്റിൽ എന്തിനാണെന്നറിയില്ല, തീർച്ചയായിട്ടും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബൈക്സിന് അദ്ദേഹം ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിരിക്കുകയാണ്. ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ ചീപ്പറാണ്. ഇതൊരു മെസ്സേജ് ആണ് അമേരിക്കൻ ക്രൗഡിലേക്ക്. യെസ്, ഐ എം കമ്മിങ് ആൻഡ് വി ആർ ട്രൈങ് ടു മീറ്റ് ഓൺ ഫെബ്രുവരി എന്നുള്ള മെസ്സേജ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഈ ബേസിസിൽ നിന്നുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്ററിനെയോ ട്രേഡറിനെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ജനറൽ അല്ലെങ്കിൽ FISനെ എങ്ങനെയായിരിക്കും ഈ വക തീരുമാനങ്ങൾ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു റോ മെറ്റീരിയൽ ആയിട്ട് ഞാൻ എടുക്കുന്നത്, ബഡ്ജറ്റ് ക്ലോസിംഗിന്റെ അന്ന് നിഫ്റ്റി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയില്ല, ഭയങ്കരമായിട്ട് പെസിമിസ്റ്റിക്കും ആയില്ല. നിഫ്റ്റി വളരെ സെൻസിബിൾ ആയിട്ട് റാഷണൽ ആയിട്ടാണ് പോകുന്നത്. അതായത് പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഗ്രീൻ ഷൂട്ട്സും ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. അന്നത്തെ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത്, പല സെക്ടറുകളും തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ ഫ്ലാറ്റ് ആയിരുന്നു അല്ലെങ്കിൽ റെഡ് ആയിരുന്നു. 2-3 സെക്ടറുകൾ തീർച്ചയായിട്ടും പോസിറ്റീവിലേക്ക് കാണിച്ചു. അതിലൊന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഓട്ടോ. ഇത് 3ഉം തീർച്ചയായിട്ടും വളരെ രീതിയിൽ പ്ലസ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് എന്തിന്റെ സൂചനയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് നമ്മളോട് സംസാരിക്കാനും ആ സെക്ടറുകളിലെ സ്റ്റോക്ക് സംസാരിക്കാനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള എമിനൻ്റ് ആയിട്ടുള്ള ഒരു പാനലാണ്. അതിൽ ഞാൻ പലരെയും എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി തന്നെ ഇവിടെ ഒരു കൾച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ച ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അതിൽ തുടക്കം ഞാൻ പരിചയപ്പെടുത്തട്ടെ, ദോഹ ബ്രോക്കറേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസിന്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പ്രിൻസ് ജോർജ്. പ്രിൻസ് ജോർജ് ഏതാണ്ട് ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിലെ, കേരള
സ്റ്റോക്ക് മാർക്കറ്റിൽ കേരളത്തിൽ നിന്നും ഒരു പയനീർ തന്നെയാണ്. ബ്രോക്കിംഗ് കമ്പനി തുടക്കത്തിൽ തുടങ്ങി തന്നെ ഇതിനകത്ത് കേരള ജനതയോട് ഒരുപാട് എന്താ പറയുക ഒരു സ്റ്റോക്ക് കൾച്ചർ അല്ലെങ്കിൽ ഇക്വിറ്റി കൾച്ചർ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ പ്രിൻസ്. പ്രിൻസിനെ ഞാൻ തീർച്ചയായിട്ടും ഇതിനകത്ത് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. രണ്ടാമത് അനീഷ്, അഹല്യ ഫിൻഫോറക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. തീർച്ചയായിട്ടും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡാണ്. ഞാൻ അനീഷിന്റെ പല ടോക്സും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സെൻസിബിൾ ആയിട്ടും റാഷണൽ ആയിട്ടും സംസാരിക്കുന്ന ഒരാളാണ്. അനീഷ്, വെൽക്കം ടു ദ ഷോ. ദെൻ പത്മരാജ്, റീജിയണൽ മാനേജർ അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതേപോലെ തന്നെ ഏതാണ്ട് പ്രിൻസിന്റെ കൂടെ തന്നെ ഈ ഇക്വിറ്റി കൾച്ചർ തുടങ്ങിയതിൽ ഈ അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മാനേജിംഗ് ഡയറക്ടറായ അക്ഷയ് അഗർവാളിനും അതിനകത്ത് പങ്കുണ്ട്. അദ്ദേഹം ഇന്ന് വന്നില്ല. അതിന് പകരം വന്നത് അതേപോലെ തന്നെ ബ്രില്യൻറ്റും എമിനൻ്റ് ആയിട്ടുള്ള മിസ്റ്റർ പത്മരാജാണ്. പത്മരാജൻ റീജിയണൽ മാനേജറും കൂടെയാണ് അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ. വി ആർ പ്രൗഡ് and very much I might say we are fortunate to have 3 fabulous minds here to discuss stock and stock markets moving forward. Thank you all of you. Thank you. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ രീതി തന്നെ പറയാം. നമുക്ക് ഇതിനകത്ത് ഒരു ഫയർ സൈഡ് ചാറ്റാണ്. ഇതൊരു ഡിസ്കഷൻ ഫോർമാറ്റിലാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഇതിനകത്ത് പൈനിയർ ആയിട്ട് പ്രിൻസ് ജോർജിൽ നിന്ന് തന്നെ നമുക്ക് ഇത് തുടങ്ങേണ്ടി വരും. ബട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ഓപ്പൺ ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. പ്രിൻസ്, പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിസിഷൻ കൊണ്ട്, ഇൻകം ടാക്സിൻ്റെ ഈ ഒരു ബെനിഫിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും കൺസംഷൻ സെക്ടർ ഡ്രൈവ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ. അതായത് സ്ട്രെയിറ്റ് അവേ ഇത് ഹിറ്റ് ചെയ്യുന്നത് കൺസംഷൻ, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. തീർച്ചയായിട്ടും ഈ എക്സസ് വരുന്ന ആൾക്കാർ സേവ് ചെയ്യുന്ന പൈസ 12 ലക്ഷം വരെ ടാക്സ് ഇല്ലാന്ന് നമ്മൾ അറിയുന്നു. റിബേറ്റും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാരണമാണ് അത് വന്നേക്കുന്നത്. 12 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും സ്ലാബ് ബേസിസിലാണ്. ബട്ട് ഈ പ്രത്യേകത എന്ന് വെച്ചാൽ എവറി ടാക്സ് സ്ലാബിലുള്ള ആൾക്കാർക്കും ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഈ പൈസ നേരെ വരുന്നത് എക്കണോമിയിലാണ്. ഫോഴ്സ് മൾട്ടിപ്ലയർ എഫക്റ്റ് എന്നാണ് പ്രൈം മിനിസ്റ്റർ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. കൺസംഷൻ സ്റ്റോക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെനിഫിഷ്യറി, ഡയറക്റ്റ് ബെനിഫിഷ്യറി എന്നറിയാം. രണ്ടാമത് ഏതാണ്ട് ബാങ്ക് ആൻഡ് ബാങ്ക് റിലേറ്റഡ്, ഇൻഷുറൻസ്, ബ്രോക്കിംഗ് കമ്പനീസ്, AMCയും കൂടെ സെക്കൻഡറി ബെനിഫിഷ്യറീസ് ആണ്. പ്രിൻസ്, താങ്കളുടെ എക്സ്പീരിയൻസിൽ എത്രയോ മാർക്കറ്റിൻ്റെ, പ്രിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാർക്കറ്റിലെ നല്ല വശങ്ങൾ മാത്രമല്ല കണ്ടിരിക്കുന്നത്, മാർക്കറ്റിൻ്റെ മോശം വശങ്ങളും. സെബിയുടെ തുടക്കകാലം മുതൽ, BSE NSEയുടെ തുടക്കകാലം മുതൽ തന്നെ മാർക്കറ്റിനെ നേരിട്ട് തൊട്ട് അറിഞ്ഞ് ഫീൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് പ്രിൻസ് ജോർജ്. പ്രിൻസിന് കമൻറ്റ് ചെയ്യാം, ഇത് എവിടെ തുടങ്ങും, എന്താണ് മാർക്കറ്റിൽ നോക്കേണ്ടത്? ഇപ്പോൾ ബജറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. നമ്മളെല്ലാം എനിക്ക് ഏതായാലും ഇങ്ങനൊരു പോസ്റ്റ് ബജറ്റ് ഡിസ്കഷനിലേക്ക് മൈഫിൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ എനിക്ക് പ്രത്യേകം താങ്ക്സ് ഉണ്ട്. പിന്നെ അത് ആങ്കർ ചെയ്യുന്ന സൂരജിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു വെക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ TV പ്രോഗ്രാമിൽ പോയി പല ആങ്കറിങ്ങിൻ്റെ കൂട്ടത്തിൽ ബജറ്റ് ഡേയിൽ ഒരു ആങ്കറിങ് നടക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു അകൽച്ചയുടെ ആവശ്യമില്ല. വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ പറയാം. അപ്പോൾ ശരിക്കും ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഇൻകം ടാക്സിലെ ബെനിഫിറ്റ് കൊണ്ട് ക്യുമുലേറ്റീവായിട്ടുണ്ടാകുന്ന കാര്യം? ഇൻഡിവിജ്വൽസിന് പല കാര്യങ്ങളായിരിക്കും. ചിലർക്ക് 5000 രൂപ സേവ് ചെയ്യും, ചിലർ 10000 രൂപ സേവ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ക്യുമുലേറ്റീവായിട്ട് നമ്മൾ നോക്കിയാൽ 1 ലക്ഷം കോടി രൂപയുടെ സേവിങ്സ് ഉണ്ട്. ഗവൺമെൻറ് ഫോർഗോ ചെയ്യുന്നത് അത് 1 ലക്ഷം കോടി രൂപ, അതായത് മൊത്തം 20 ലക്ഷത്തോളം ആളുകളാണ് ഈ 12 ലക്ഷത്തിൽ താഴെയുള്ള ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ഓൾ ഇന്ത്യ ബേസിസിൽ. അത്രയും പേരേ ഉള്ളൂ. പക്ഷേ പല ബ്രാക്കറ്റിലുണ്ട്. മുകളിലേക്ക് പോകുമ്പം 500 കോടി രൂപ വരെ ഇൻകം ഡിക്ലെയർ ചെയ്യുന്ന ഇൻഡിവിജ്വൽസും കോർപ്പറേറ്റ്സും ഒക്കെ ഉണ്ട്, അല്ലെ ഫാമിലി HUF പോലെയുള്ള ആളുകളുണ്ട്. മൊത്തത്തിലുള്ള ബെനിഫിറ്റ് 1 ലക്ഷം കോടി രൂപയുടെ ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്. അതായത് ഈ 1 ലക്ഷം കോടി രൂപ അടുത്ത വർഷം പബ്ലിക്കിൻ്റെ കയ്യിലിരിക്കും. അല്ലെ, സൂരജിൻ്റെ കയ്യിൽ 5000 രൂപ ആയിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ എൻ്റെ 10000 രൂപ ആയിരിക്കും ഇരിക്കുന്നത്, അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷേ ക്യൂമുലേറ്റീവായിട്ട് 1 ലക്ഷം കോടി രൂപ ആയിരിക്കും. ഈ 1 ലക്ഷം കോടി രൂപയുടെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് പറയാനുള്ള കാര്യം, പബ്ലിക്കിൻ്റെ കാശിരിക്കുന്നത് എപ്പോഴും നല്ലത് ഗവൺമെൻറ്റിൽ ഇരിക്കുന്നതിലും. ഗവൺമെൻറ് മോശമായതുകൊണ്ടല്ല, ഗവൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും അത് വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മിസ്മാനേജിലേക്ക് പോകും. ഈവൻ PSUs പറഞ്ഞാലും ഓക്കെ, ഇപ്പം PSUs ഒന്നും കുഴപ്പമില്ലാതെയാണ് റൺ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ജനറൽ ഒരു തിയറി വെച്ചിട്ട്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാമല്ലോ, നമ്മൾ ക്യാപിറ്റലിൽ മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ആംഗിളിലൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ PSUവിൻ്റെ റിട്ടേൺസ് ഒന്നും അറ്റ്പാറല്ല. അതുപോലെ തന്നെ ഇപ്പം മറ്റ് ഗവൺമെൻറ് വേറെ പലതും പ്രയോറിറ്റൈസ് ചെയ്യും കാശ് കയ്യിൽ വന്ന്. സാധാരണ രീതിയിൽ ഒരു ബജറ്റുകൾ, ഏത് ബജറ്റ് എടുത്ത് നോക്കിയാലും, ഞാനിപ്പോൾ 10-20 വർഷത്തെ ബജറ്റുകൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത്, എല്ലാ ബജറ്റിലും അവരുടെ എയിം എന്ന് പറയുന്നത് എവിടുന്നേലും എന്തെങ്കിലും പുതിയ സെക്ടേഴ്സ് കണ്ടുപിടിച്ച് ടാക്സ് ചെയ്ത് ടാക്സ് റവന്യൂ കൂട്ടുക എന്നുള്ളതാണ്. ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു പ്രപ്പോസൽസും അങ്ങനെ ഇല്ല. No negatives can be bad. No negatives can be good for the markets. മാർക്കറ്റിന്റെ ആംഗിളിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു,
ടാക്സ് ആ ഒരു രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അതായത് ഏതെങ്കിലും മേഖല കണ്ടുപിടിച്ച് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് GST കൗൺസിലിൽ നിന്ന് പുറത്ത് വന്ന് നിർമ്മലാ സീതാരാമൻ പോപ്കോണിൽ കാരമൽ വെച്ചാൽ ഒരു ടാക്സ് വരുമെന്നൊക്കെ പറഞ്ഞൊരു പഴംപൊരി. ഇന്ന് പണ്ടത്തെ പോലല്ല. സോഷ്യൽ മീഡിയ അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചു, ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. സോൾട്ടഡ് കാരമൽ പോപ്കോൺ ഒന്ന്, കാരമലുള്ള പോപ്കോൺ വേറൊരു റേറ്റ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗിമ്മിക്കിലേക്ക് പോകാൻ അവർ തയ്യാറായില്ല. ഒരു പ്രപ്പോസൽസും പുതിയതായിട്ട് കൊണ്ടുവന്നില്ല. മറിച്ച് ഇൻകം ടാക്സിൽ ഈ റിലീഫ് കിട്ടി. അപ്പോൾ എൻ്റെ കണക്ക് 1 ലക്ഷം കോടി രൂപയിൽ താങ്കൾ പറഞ്ഞ പോലെ അത് ഇപ്പോൾ എങ്ങനെ അതിനകത്തൊരു ഒരു 20-25% തീർച്ചയായിട്ടും ആളുകൾ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ഉപയോഗിക്കുക. സേവിങ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ബാക്കിയുള്ളത് ഒരു ആസ്പിറേഷണൽ സ്പെൻഡിങ്ങിനായിരിക്കും പോകുന്നത്. FMCG എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്യൂമർ ഡ്യൂറബിൾസിലല്ല, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കൂടുതൽ ചിലപ്പോൾ ആളുകൾ ട്രാവൽ ചെയ്യാനായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ എന്തെങ്കിലും ലക്ഷറി ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാൻ അവർ നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, ഡിസ്ക്രിഷണറി പർച്ചേസിനായിരിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള അനാലിസിസ്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി പറയാം. പ്രിൻസ് ജോർജ് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റർ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് നമ്മൾ സാധാരണ ബിസിനസ് മാനേജ്മെൻറ്റുകളെ നമ്മൾ അനലൈസ് ചെയ്യാൻ നേരത്ത് ബാഡ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ്, ഗുഡ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ് നമ്മൾ എപ്പോഴും പറയാറ്. അതായത് നല്ല പൈസ എടുത്ത് ഒരു ബാഡ് സെക്ടറിൽ ഇടുന്നത് ചില മാനേജ്മെൻറ്റ് മോശമായിട്ടുള്ള ഒരു ടാക്ടിക്കും രീതിയുമാണ്. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, ഗവൺമെന്റിനെക്കാട്ടിലും നല്ല ക്യാപിറ്റൽ അലോക്കേറ്ററാണ് സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞത്. അത് ആ വാല്യൂ ഇൻവെസ്റ്ററിന്റെ ആ ഒരു ബ്രില്യൻസ് ആണ് ആ വർത്തമാനത്തിലേക്ക് വന്നത്. താങ്ക് യു സോ മച്ച് പ്രിൻസ്. ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് മനസ്സിലാക്കുക, ഇത് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അനീഷ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രിൻസ് പറഞ്ഞ പോലെ ഡയറക്റ്റ് ബെനിഫിഷ്യറിയാണ് ഈ കൺസംഷൻ അല്ലെങ്കിൽ സേവിങ്സ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെയുള്ള സെക്ടറുകളിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ ഇൻഷുറൻസ്, ബ്രോക്കിംഗ്, ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് വെർട്ടിക്കൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സേവിങ്സിൻ്റെ നല്ലൊരു പാർട്ട് പ്രിൻസ് പറഞ്ഞ പോലെ കൺസംഷൻ കൂടാതെ സേവിങ്സിലേക്ക് പൈസ വരുന്നതായിരിക്കും. ആ സേവിങ്സിനെ ചാനലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും മറ്റുള്ള സെക്ടറുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സുകൾക്കോ ലൈക്ക് AMCകൾക്ക് അല്ലെങ്കിൽ ബ്രോക്കിംഗ് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇത് ബെനിഫിഷ്യൽ ആവില്ലേ? തീർച്ചയായിട്ടും ഇത് ഈ ഒരു സെക്ടർ മാത്രമല്ല, നമ്മളെ സേവിങ്സ് പല ഡയമെൻഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ് എക്വിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ബട്ട് നമ്മൾ ഡെപ്റ്റ് മാർക്കറ്റിൽ നോക്കൂ, ദെയർ ആർസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡെപ്റ്റ് മാർക്കറ്റ് ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് മാർക്കറ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നല്ല ബെസ്റ്റ് അലോക്കേറ്റർ ആണെന്ന് സാർ പറഞ്ഞതുപോലെ ആ അലോക്കേഷൻസ് എവിടെയൊക്കെ പോകുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ അതെല്ലാം തന്നെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. അവരിട്ട് തരുന്ന എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഫോഴ്സ് ഇട്ട് തന്നാൽ നമ്മൾ അതിന് പിന്നിലേക്കായിരിക്കും ഈ ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിങ് കൊണ്ടുപോകുന്നത്. കാരണം ഒരു ഫാഷൻ ട്രെൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ അപ്ഡേഷൻ ആവാം. ഇപ്പോൾ ഇത് എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ ഉണ്ട്. കാരണം ഇത്രയും ക്യാഷ്, ഹ്യൂജ് മാർജിനൽ. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ടെക്നോളജി അപ്ഗ്രഡേഷൻ. അതൊരു കോമൺ മാനിന്റെ മനസ്സിലേക്ക് അല്ലേ, അതായത് എങ്ങനെ ടെക്നോളജി അതും ഒരു സ്പെൻഡിങ് ആയിട്ടാണ് അനീഷ് കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ സ്പെൻഡിങ് തന്നെയാണ്, നമ്മളെ സ്പെൻഡിങ് ക്യാപിറ്റൽ അത് തന്നെയാണ്. ദെൻ നമ്മളൊരു പുതിയ നോളജ് അല്ലെങ്കിൽ ഒരു സ്കിൻ അക്യൂർ ചെയ്യുന്നു, ദാറ്റ് ഈസ് ആൾസോ സ്പെൻഡിങ് ആണ്. നമ്മളെ കയ്യിൽ നിന്ന് അത് പോകുന്നു. കാരണം ഇപ്പോൾ ബ്യൂട്ടിഫുൾ ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിനും കൂടെ അത് ബെനിഫിറ്റ് ചെയ്യാമെന്നാണ് അനീഷ് ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്നത്. അതെ, അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വരുമ്പോൾ നമ്മൾ ആളുകൾ മാസമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അത് സൈക്കോളജിയാണ്, ആളുകൾ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതെന്നുള്ളൂ. ബട്ട് മോസ്റ്റ്ലി ഒരു 70-80% നമ്മൾ ട്രഡീഷണലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലുള്ള ഡിസ്ക്രിപ്ഷനി ബാക്കിയുള്ള സെക്ടേഴ്സുകളിലെല്ലാം പോകും. ബട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സെക്ടേഴ്സിൽ വരാം, എഡ്യൂക്കേഷൻസിലാവാം, അതേപോലെ തന്നെ ട്രാവലിങ്ങിലാവാം. കാരണം ആളുകൾ ഒരുപാട് നമ്മളിപ്പോൾ ഡെവലപ്ഡ് ഇക്കോണമിയിലേക്ക് പോകുന്നതുകൊണ്ട് ആ സ്പെൻഡിങ് കൾച്ചർ കൂടെ അവിടെ വരുന്നുണ്ട്. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വളരെ നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്കൊരു 100 സ്കെയിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിലോ 10 മാത്രമാണ് ഇപ്പോൾ നമ്മൾ ആ ഡെവലപ്ഡ് ഇക്കോണമി എന്ന് പറയാനായിട്ട് കഴിയുമെങ്കിൽ പോലും ആളുകളുടെ സ്പെൻഡിങ്ങിൽ അതിൽ കൂടുതൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം അതുപോലുള്ള സെക്ടേഴ്സിൽ പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. എനിക്കിതിൽ കുറച്ച് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമുക്ക് 12 ലക്ഷം വരെ ടാക്സ് ഫ്രീ ആണ്. ടാക്സ് ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു 80,000 രൂപ വരെയാണ് സേവ് സാധാരണ ഓൾഡ് റെജിമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സേവിങ്സ്. അപ്പോൾ ഈ സേവിങ്സ് ചാനലൈസ് ചെയ്ത ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിലേക്ക് വരും. അത് ഇപ്പോൾ അനീഷ് പറഞ്ഞ പോലെ തന്നെ അത് ഏതിലേക്ക് വരും എന്നറിയില്ല. നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം ആയിരിക്കാം ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പർച്ചേസ് ഓൺലൈൻ പർച്ചേസിലേക്കായിരിക്കാം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു നല്ലൊരു ഭാഗം സേവിങ്സിലേക്ക് നീങ്ങുന്ന രീതിയിലായിരിക്കും.
അപ്പോൾ ഗവൺമെൻറ്റിൽ ഇപ്പം ഞാൻ നോക്കിയെടുത്തോളം ഗവൺമെൻറ് മനസ്സിലാക്കുന്നത് GSTയുടെ കളക്ഷൻ ഇപ്പോൾ ഒരു 70,000 GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 70,000 കോടി എന്ന് കൂടി അത് 1,70,70,000 കോടി വരെ ആയിട്ടിരിക്കുക. പക്ഷേ ഇത് 2-3 മാസങ്ങളായിട്ട് മോറോർലെസ് സ്റ്റാഗ്നൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് കമ്പനികളുടെ നോക്കിയാലും നമുക്ക് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡിപ്പ് കാണുന്നുണ്ട് ഓവറോൾ നോക്കിയാൽ. അപ്പോൾ ഗവൺമെൻറ് മനസ്സിലാക്കുന്നു കുറച്ചൊരു സ്ലോ ഡൗണിൻ്റെ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് സ്പെൻഡിങ്ങിന് വേണ്ടി കൂടുതൽ ആൾക്കാരുടെ അടുത്ത് കാശ് കൊടുക്കുക, അങ്ങനെ അവർ സ്പെൻഡിങ്ങിലേക്ക് നീങ്ങുക. അപ്പോൾ ഒരു 1 ലക്ഷം കോടി ഇൻകം ടാക്സ് കാരണം ഈ റിഡക്ഷൻ കാരണം വരുന്നുണ്ടെങ്കിലും അത് GSTയിലും ആയിട്ട് മേക്കപ്പ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അതിനേക്കാളും കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗവൺമെൻറ്. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് രസം കൂടെ ഉണ്ട്. അത് നമ്മളെ പോലത്തുള്ള ആൾക്കാർക്ക് ചെറുതായിട്ട് ബാധിക്കുന്നതുമാണ്. STTയുടെ എക്സ്പെക്ടേഷൻ, അതായത് കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് 37,000 കോടിയാണ് ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഡിസംബർ ആയപ്പോഴത്തേക്കും 44 ആയി. അത് റിവൈസ് എസ്റ്റിമേറ്റ് ഏതാണ്ട് 55,000 രൂപയാണ്. അടുത്ത കൊല്ലം 77,000-78,000 പ്രിൻസ് പറഞ്ഞ പോലെ. അപ്പൊ ഈ 1 ലക്ഷം രൂപ കുറഞ്ഞത് STT മാത്രം തന്നെ ഏതാണ്ട് പിരിക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് ആയി. പറഞ്ഞോളൂ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ മിഡിൽ ക്ലാസ് ബഡ്ജറ്റ് ആയിരുന്നു. അത് പ്രൈം മിനിസ്റ്റർ ഇൻട്രൊഡക്ടറി സംസാരത്തിൽ തന്നെ മിഡിൽ ക്ലാസ്സിന് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതായി. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലത്തെ മിഡിൽ ക്ലാസ് അല്ല. ഇപ്പോൾ ലോവർ മിഡിൽ ക്ലാസ്സിന് തന്നെ ഒരു 4 lakh എബോവ് ആയിട്ടുള്ളൊരു സാലറി റേഞ്ചോ അല്ലെങ്കിൽ ഇൻകം റേഞ്ചോ ഉണ്ട്. അപ്പർ മിഡിൽ ക്ലാസ്സിന് 12 lakh to 15 lakh വരെയുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ടാർഗറ്റ് ചെയ്യുന്നു, അതെല്ലാം മാർക്കറ്റിലേക്ക് വരുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ഇവരുടെ ഉദ്ദേശം. അപ്പോൾ അത് നല്ല ഉദ്ദേശം തന്നെയാണ്. നമ്മളിപ്പോൾ GSTയുടെ പറഞ്ഞ പോലെ ഒരു സ്റ്റാഗ്നന്റ് ഫേസിലേക്ക് പോകുന്നു. GDPയും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് 7.5% റേഞ്ചിലേക്ക് പോകണം എന്നുള്ളതാണെങ്കിൽ 6.4, 6.8 അങ്ങ് നിൽക്കുക. ബിലോ 7 നിൽക്കുന്നു. ഗവൺമെൻറ് ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് അണ്ടർ കൺട്രോളാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ആ ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ അല്ലാത്ത രാജ്യങ്ങളുടെ അവസ്ഥ നമുക്ക് ശ്രീലങ്കയായാലും പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും എല്ലാം അറിയാം. പിന്നെ അവസാനം അത് കാരണം വരുന്ന ഇൻഫ്ലേഷനൊക്കെ റൂഫ് ടോപ്പ് ആയിരിക്കും. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇപ്പോൾ ടാർഗറ്റ് 4.8% നിന്ന് 4.4% ആക്കണമെന്നും, അപ്പോൾ ഈ 1 ലക്ഷം കോടിയുടെ കുറവ് വന്നാലും അത് വേറെ രീതിയിലേക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നു, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പല മുഖേനയും ചെയ്യാൻ പറ്റുന്നു. അവരുടെ ഒരു കാഴ്ചപ്പാട് നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇതൊരു മാർക്കറ്റിലേക്കും ഇതിൻ്റെ ഒരു ഫണ്ട് വരുന്നു എല്ലാം ഇവർക്കൊരു പ്രതീക്ഷയുണ്ട്. അതാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ STT രൂപത്തിലും എല്ലാം കൂടെ വരും എന്നുള്ളത്. അതായത് ഫിസിക്കൽ പ്രൂഡൻസും എന്താ പറയുക റിയാലിറ്റിയും തമ്മിൽ മാച്ച് ചെയ്തിട്ടുണ്ടോ അല്ല ഒരു ബഡ്ജറ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതിനകത്ത് വേറൊരു ബ്രില്യൻ മൂവും കൂടെ അടിയിൽ കൂടി അവർ ചെയ്തിട്ടുണ്ട്. അതായത് സീക്രട്ടീവായിട്ട്, അതായത് ഇതോടുകൂടി ടാക്സ് അസസ് ചെയ്ത് ഫയൽ ചെയ്ത് ഇടാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. മാസീവ് ആയിട്ടുള്ള ഒരു ജമ്പ്. അതായത് കംപ്ലൈൻസ് ഭയങ്കരമായിട്ട് വലുതാവണം. അത്രയും KYC ഡിസ്ക്ലോസ്ഡ് ആവും. ഇത്രയും നാള് കൺസീൽ ചെയ്ത് വെച്ചിരുന്നവരൊക്കെ ഇനി ഫയൽ ചെയ്യാൻ തയ്യാറാവും എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട്, അതൊരു മാസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ചേഞ്ച് തന്നെയാണ് അവർ കൊണ്ടുവന്നേക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രിൻസിന് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ഓട്ടോ സെക്ടർ. പ്രിൻസ് കൊല്ലങ്ങളായിട്ട് ഓട്ടോ സെക്ടറിന്റെ സൈക്കിൾസിൽ കൂടെ പാസ് ഓൺ ചെയ്ത് പോയി. അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു വിശകലനം നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പ്രിൻസ് ഒരു ബഡ്ജറ്റ് തുടക്കം മാത്രം. നമുക്ക് ഇതേപോലെ ആൾക്കാരുടെ കയ്യിൽ പൈസ കൊണ്ടുവന്നു, നമുക്കിനി സ്പെൻഡ് ചെയ്യാനുള്ള ഇൻസെന്റീവ്സ് ആയി. 2, ഇനി വരാൻ പോകുന്ന 7-ാം തീയതി വരുന്ന അല്ല 6-ാം തീയതി 7-ാം തീയതി വരുന്ന നമ്മുടെ RBI പോളിസിയിൽ മിക്കവാറും 25 basis points ആണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അറിയില്ല നമുക്കുണ്ടോ ഇല്ലെന്ന്. എങ്കിലും അതും കൂടി വരികയാണെങ്കിൽ അതൊരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് മാറില്ലേ. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു IC എൻജിൻസിൽ നിന്ന് മാറി ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതൊരു ട്രിഗറായി മാറാൻ ചാൻസ് ഉണ്ട്. ഈ ഓട്ടോമൊബൈൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ ആ പറഞ്ഞ പോയിന്റിനകത്ത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എക്കണോമി നമ്മളിപ്പോൾ മൂവ്മെൻറ്റ്സ്, നമ്മുടെ മൂവ്മെൻറ്റിനാണല്ലോ നമ്മൾ ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്നത്. മൊബിലിറ്റി 2 വീലറോ 4 വീലറോ അല്ലെങ്കിൽ ഇപ്പോൾ ഹെവി വെഹിക്കിൾസോ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ മൂവ്മെൻറ്റ്സ് കൂടുമ്പോൾ, എക്കണോമിക് ആക്ടിവിറ്റി കൂടുമ്പം ഒരു ഹൈ ഫ്രീക്വൻസിയിൽ ഈ മൂവ്മെൻറ്റ്സും വരും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മൂവ്മെൻറ്റ്സിനുള്ള പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട്, അത്രയും ടെക്നിക്കലായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് ആളുകളുടെ ഡ്രീം ഒരു ബൈക്ക് മേടിക്കുക എന്നുള്ളതായിരുന്നു, പിന്നെ ഒരു കാർ മേടിക്കുക എന്നുള്ളതായി. ഇപ്പോൾ ഒരു ബൈക്ക് ഒരു കാറുമായി, ചിലപ്പോൾ 2 കാറായി. അങ്ങനെയൊക്കെ പലരും പലതരത്തിൽ പരീക്ഷിച്ച് കൂടുതലായിട്ട് മൊബിലിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം എടുത്താൽ തന്നെ അയാൾ നേരത്തെ പണ്ട് കാലത്തുള്ള പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വീട് വെക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വീട് വെക്കുന്ന പോലെ തന്നെ പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ് നല്ലൊരു വണ്ടി മേടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഈ ഒത്തിരി ട്രെൻഡ് ചേഞ്ചുകൾ ഇപ്പോൾ കഴിഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് ഒത്തിരി ചേഞ്ചുകൾ ഇപ്പോൾ വന്നു. ഒന്നാമത് എൻജിൻസിൽ നിന്ന് മാറിയിട്ട് ഹൈബ്രിഡും ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലേക്കുമാണ് ഇപ്പോൾ ഷിഫ്റ്റ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്.
അതിൽ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ ചൈന പോലുള്ള രാജ്യങ്ങൾ ടെക്നോളജിയൊക്കെ ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻവയറമെൻറ്റിൽ ഇന്ത്യയിൽ നിന്ന് ശരിക്കും ഈ മൊബിലിറ്റി ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന ഒരു അറ്റംപ്റ്റ് വെച്ചിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിങ്, ഓട്ടോമൊബൈൽസിൻ്റെ മാനുഫാക്ചറിങ് ഡൊമസ്റ്റിക് എക്കണോമിക്ക് വേണ്ടി മാത്രമല്ല ഗ്ലോബലി സപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ചൈനയെ പല രാജ്യങ്ങളും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനൊക്കെ പല ചൈനീസ് പ്രൊഡക്ട്സും നല്ല വെഹിക്കിൾസ് ഉണ്ട്, പക്ഷെ അവർ ബ്ലോക്ക് ചെയ്തേക്കും. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള അവസരവും കൂടെ ഇപ്പം നമുക്കുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഇൻകം ടാക്സിന്റെ ഒരു ആംഗിളിൽ മാത്രമല്ല, ഓട്ടോമൊബൈൽ ഒരു കീ സെക്ടറായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സ്ട്രക്ചറലായിട്ട് ഒരു കീ സെക്ടർ, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ്, ഇൻഡസ്ട്രി മൂവ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. ഇന്നോവേഷൻ, ഗവൺമെന്റുകൾക്ക് വമ്പൻ ടാക്സ് കിട്ടുന്ന, സെൻട്രൽ ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, വലിയ ടാക്സ് കിട്ടുന്നതാണ്. പിന്നെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ മൂവ്മെന്റ് കൂടുന്നതോടുകൂടി എക്കണോമിക് ആക്ടിവിറ്റിയും കൂടും. ഇതാണ് ഇതിന്റെ സെക്ടറിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ ആർക്കാണ് ഇതിന്റെ പ്രയോജനം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന കമ്പനികൾ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി എക്സാമ്പിളായിട്ട് എടുത്ത് പറയാം. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെഗിലാണ് നിൽക്കുന്നത്. ഒന്ന് ഇന്ത്യൻ ഹെവി വെഹിക്കിൾസ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എല്ലാം അവരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ട്. പാസഞ്ചർ വെഹിക്കിൾസിൽ ഇപ്പോൾ ലീഡർഷിപ്പ് ഉണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിലും ഉണ്ട്. ഗ്ലോബലി അവർ ജാഗ്വാർ ലാൻഡ് റോവർ ബ്രാൻഡിൽ അവർ പൊസിഷനിങ് നടത്തിയിട്ടുണ്ട്. ഈ രണ്ടും കൂടെ ഇപ്പം ശരിക്കും അവർ കമ്പൈൻ ചെയ്തിട്ട് ടെക്നോളജിയുടെ ഉപയോഗത്തോടുകൂടി കണ്ടമാനം പുതിയ വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റും അത്രയും കാര്യവും ചെയ്യാതെ M&M എന്ന് പറഞ്ഞ കമ്പനി അതിലും ബെറ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയിലുള്ള കമ്പനികൾ, ഈ മാരുതി ഒരു EV വരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആംഗിൾ നോക്കുമ്പം നമ്മൾ EVയിലേക്കാണ് ക്ലിയറായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. ഇത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ടറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സമയത്ത് ഇത്തവണത്തെ ബജറ്റിൽ ഇപ്പോൾ ഈ സോളാർ പാനലുകൾക്കൊക്കെ കുറച്ച് വില കുറയാനുള്ള ചാൻസ് ഉണ്ട്, ബാറ്ററികൾക്ക് വില കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത് EVകളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഈ കൺസംഷൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ചെറിയൊരു സ്ലോ ഡൗൺ ഡിസംബർ മാസത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഡിസംബർ മാസത്തിൽ ഓട്ടോമൊബൈൽ അങ്ങനെ സ്ലോ ഡൗൺ അല്ല. എല്ലാ വർഷവും ഈ മോഡൽ ചേഞ്ച് വരുന്ന സമയത്ത് ഒരു നവംബർ തൊട്ടേ ഈ ബയേഴ്സ് ഒന്ന് കോൺഷ്യസ് ആയിരിക്കും. അതായത് അവർക്കൊരു പുതിയ മോഡൽ വണ്ടി മേടിക്കാമല്ലോ, ജാനുവരി ഫെബ്രുവരി ആവും. ആ ഒരു കോഷ്യസ് അപ്രോച്ച് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫെസ്റ്റിവൽ സീസണിൻ്റെ എൻഡോടുകൂടി ഒരു മാസത്തേക്ക് കുറച്ച് ഡള്ളായിരിക്കും. ആ ഒരു ഡൾനെസ് ആണ് കണ്ടത്. അപ്പോൾ ചില ഡീലേഴ്സൊക്കെ എന്ത് കാണിക്കുക, ആ മോഡൽ വണ്ടികൾ സ്റ്റോക്കിൽ കിടപ്പുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിസ്കൗണ്ട് ഇട്ടങ്ങ് കൊടുക്കും. അപ്പോൾ നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ചേക്കുന്നത് ഡിമാൻഡ് വളരെയേറെ കുറഞ്ഞു എന്നുള്ളതാണ്. ഡിമാൻഡ് ഓട്ടോമൊബൈലിന് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ രണ്ട്. ഈ ഐസ് വെഹിക്കിൾസിലേക്ക് വരുമ്പം ഡിമാൻഡ് വീണ്ടും ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് വരുമ്പോൾ ഡിമാൻഡ് ഒത്തിരി കൂടാനുള്ള ചാൻസ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടൊരു ഷിഫ്റ്റ് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളിപ്പോൾ ചോദിച്ചുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. എൻ്റെ ഒരു അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചാർജിങ് സിസ്റ്റത്തിനെ പറ്റി ആളുകൾക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. അതായത് ഞാനൊരു 300 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വണ്ടി മേടിച്ച് പോയാൽ വഴി കടന്നു പോകുക എന്നുള്ളൊരു അൺസർട്ടനിറ്റി ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും പഴയ ഇതിൽ നിൽക്കുന്നത്. ഈ ഫീലിംഗ് അങ്ങ് മാറുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ 10%, 12% മാർക്കറ്റ് ഷെയർ EVക്ക് എന്നുള്ളത് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്ത് ഒരു 4-5 ഇയേഴ്സും കൊണ്ട് 40-45% മാർക്കറ്റ് ഷെയറിലേക്ക് പോയി. അത് ഒരു സ്റ്റേജ്, അതായത് ഇപ്പോൾ നമ്മളൊരു ഫോർകാസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു 4 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ടോട്ടൽ ഐസ് വെഹിക്കിൾസിൻ്റെ അത്രയും തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസും മാർക്കറ്റിൽ ഒരേ സൈമൾട്ടേനിയസ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങും. നമുക്ക് തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പാരലായിട്ട് നമുക്ക് ആ സമയത്ത് എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ വന്നിരിക്കും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് കൺസംഷൻ സ്റ്റോറിയുടെ ആംഗിളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് ഓട്ടോമോട്ടീവ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ പ്രയോറിറ്റി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2 വീലേഴ്സിൽ നോക്കുകയാണെങ്കിൽ ബജാജും TVSും, മറ്റേ പാസഞ്ചർ കാർസിൽ നോക്കുകയാണെങ്കിൽ M&M ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. M&M ഫോളോഡ് ബൈ ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ 2 വീലറിൽ ഐഷർ മോട്ടോഴ്സും ഉണ്ട്, ദാറ്റ്സ് ഓക്കെ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഇതുപോലെ പല കമ്പനികളും ഇലക്ട്രിക് മൊബിലിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളും മറ്റുമൊക്കെ ഇറക്കിയ 2 വീലർ സൈഡിൽ ഇറക്കിയ കമ്പനികളൊക്കെ ഉണ്ട്, അതായത് ഓല പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബിസിനസ് മോഡൽസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കമൻറ്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് നല്ല പ്രൊഡക്റ്റാണ് വരുന്നത്, സസ്റ്റൈനബിൾ ആയിട്ട് ലോങ്ങർ പീരീഡിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വലിയ സക്സസ് ആയിട്ട് മാറും, എനിക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ. പക്ഷേ ട്രഡീഷണലായിട്ട് ഡിസ്ട്രിബ്യൂഷനുള്ള സ്ട്രെങ്ത് ഉള്ള പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ M&M, ടാറ്റ മോട്ടോഴ്സും മാരുതിയും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് പിച്ച് ചെയ്യാം. മാരുതിയുടെ EV തന്നെ ഇപ്പം വിറ്റാര എന്ന് പറഞ്ഞ മാർക്കറ്റ് ഹിറ്റ് ചെയ്തേക്കുന്നത് ഇപ്പം അതിൻ്റെ റെസ്പോൺസ് ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല പ്രോഡക്റ്റ് ആണെന്നാണ് ഓട്ടോ ഷോ എക്സ്പോയിൽ നിന്നൊക്കെ വന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മാർക്കറ്റ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. വെഹിക്കിൾസ് വില കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. കൂട്ടത്തിൽ ഈ മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിൻ്റെ ആംഗിൾ അവർക്ക് ഒരു ലോങ് ടേം ബെറ്റായിട്ട് തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ സെക്ടറിനെ കാണാൻ ആവശ്യമില്ലാത്ത കാര്യമാണ്.
പ്രേക്ഷകരെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ ഈ ഷോയിൽ പല സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, പല സെക്ടറുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇതൊരിക്കലും നിങ്ങൾ ഇത് എന്താ പറയുക, ഒരു റെക്കമെൻഡേഷൻ ആയിട്ടോ ഒരു സോളിസിറ്റേഷൻ ആയിട്ടോ കരുതരുത്. അക്കാഡമിക് പർപ്പസസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു രജിസ്റ്റേർഡ് സെബി അനലിസ്റ്റിനെ കാണുക, അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസ് മാത്രമായിട്ട് മുന്നോട്ട് പോവുക. ഇതെല്ലാം അക്കാഡമിക് പർപ്പസസിന് മാത്രം ഡിസ്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അനീഷ്, നമുക്കറിയാം ഇതിൻ്റെ കൂടെ തന്നെ വന്ന ഒരു പ്രത്യേകതയാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഡ്രൈവ്. കാര്യം വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ബഡ്ജറ്റിലെ കൺസംഷൻ ഡ്രൈവിന് വേണ്ടി ഇൻകം ടാക്സ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ രണ്ടാമത്തെ ഹോം, പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് നമുക്ക് 2 വീടുണ്ടെങ്കിൽ രണ്ടാമത്തത് അടച്ചിട്ടാലും ഒരു നോഷണൽ റെന്റ് കൊടുക്കണം എന്ന്, അതിനെ മാറ്റി. റൈറ്റ്, TDS ഓൺ റെന്റിൻ്റെ കാര്യത്തിലും 6 lakh ആക്കി മാറ്റി. അപ്പോൾ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സിനും സെക്ടറിനും കൂടി ഇതൊരു ഫില്ലിപ്പ് അല്ലേ? അതെന്ത് തോന്നുന്നു റിയൽ എസ്റ്റേറ്റ് സെക്ടർ അല്ലെങ്കിൽ അതിലുള്ള സ്റ്റോക്സുകളെ കുറിച്ച്? തീർച്ചയായിട്ടും അനീഷിന്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റും കൂടെയാണ് അത്. കുഴപ്പമില്ല, ഞാൻ താങ്ക് യു ഫോർ സാറിന്റെ മൈക്രോ ലെവൽ അനാലിസിസ് കേട്ടിരുന്നു. എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു മൈന്യൂട്ട് കാര്യം പോലും സാർ വളരെ സിമ്പിളായിട്ട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു, വളരെ ജാഗൻസ് ഒന്നും ഇല്ല. താങ്ക് യു ഫോർ ദാറ്റ് സാർ. ഓക്കെ, നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഫ്രെയിം വർക്ക് തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ റിയൽ എസ്റ്റേറ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ എന്നുള്ളതാണ്. കാരണം അത് വളരെ സീസണലായിരുന്നു, വേരിയേഷൻസ് ആയിരുന്നു. കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ അത് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ഗ്രോത്ത് അപ്ഡേറ്റ് ട്രെൻഡ് തന്നെ ആയിരുന്നു. ബട്ട് അത് സീസണൽസ് ആയിട്ട് വേരിയേഷൻസ് ഉണ്ട്. ബട്ട് ഇവിടെ ഗവൺമെൻറ് വളരെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം, നമ്മളുടെ സെക്കൻഡ് ഹോം ഉണ്ടെങ്കിൽ അത് നോക്കാം, അതിൻ്റെ ഇൻകം ഫോർഗോൺ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ TDS ഇൻട്രസ്റ്റിൻ്റെ TDS അത് എടുത്ത് ഉയർത്തിയപ്പോൾ തന്നെ അതിലേക്ക് വരുന്ന ഒരു എന്താണ് വോളിയം ഓഫ് അതല്ലെങ്കിൽ നമ്മളെ വോളണ്ടറി ഡിസ്ക്ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കൂടും. ആ ഒരു ഇതിലേക്ക് ആംഗിളിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലെവലിൽ ഒരു സെക്കൻഡറി ഇൻകം നോക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഏജ് ലെവൽ പറയുകയാണെങ്കിൽ നമ്മളൊരു എബോവ് മിഡിൽ ഏജിലുള്ള പീപ്പിൾക്ക് തീർച്ചയായിട്ടും ഈ ഓപ്ഷൻസ് ഉപയോഗിക്കുമെന്നാണ്. കാരണം എല്ലാവരും അർബൻ ഏരിയയിലുള്ള മിക്ക ആളുകളും അതൊരു ഓപ്ഷൻസ് തന്നെയാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് സൈഡിലേക്ക് പോകും എന്നുള്ളതിൻ്റെ അടുത്തൊരു ആംഗിളാണ്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് ഉപയോഗിക്കാനുള്ള തീർച്ചയായിട്ടും അത് നമ്മൾ പറയേണ്ടല്ലോ എപ്പോഴും അതിൻ്റെ ഗ്രോത്ത്. പിന്നെ ഞാൻ ഇതിൻ്റെ റിയൽ ഗ്രോത്ത് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡ്രൈവ് ആൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഗവൺമെൻറ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നു, സ്റ്റേറ്റ് ലെവൽസിന് വേണമെങ്കിൽ 1.5 crores ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒരു 50 yearsലേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഈ സെക്ടറിലുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്ലസ് ഈ സെക്ടറിൻ്റെ ബൂമിങ്ങിനെ നമുക്ക് സൂചിപ്പിക്കുന്നു. അത് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റേക്ക് ഡിപ്പെൻഡ് ചെയ്ത ഏത് പ്രൊജക്റ്റ് വേണമെന്നുള്ളത് റൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സപ്ലൈ സൈഡ് നമ്മളൊന്നും ചെയ്തില്ല എന്നല്ല, അവിടെയും നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്യാം, അത് നമുക്ക് ബിൽഡ് ചെയ്ത് ഇറ്റ് ഈസ് അവർ ചോയ്സ് എന്നുള്ള രീതിയിൽ തന്നെ അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷ്, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ മാത്രമല്ലല്ലോ, നമുക്കിപ്പോൾ ഒരു ലോൺ കൊടുക്കുന്ന ബാങ്കുകൾ, അതുകൂടാതെ ഒരു വീട് ഫർണിഷ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഹോം കൺസംഷൻ യൂസ് ചെയ്യുന്ന ടൈൽസ് അല്ലെങ്കിൽ ലാമിനേറ്റ്സ് അല്ലെങ്കിൽ പ്ലൈവുഡുകൾ, സിമെന്റ് സ്റ്റോക്സ്, ഇതൊക്കെ ഏതെങ്കിലും 3-4 സ്റ്റോക്കുകൾ ഒന്ന് ജനങ്ങളുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് വെക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ആൻസിലറി സർവീസസ് അതിനെയാണ് തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടെയാണ് ആദ്യം ഡിമാൻഡ് പിഷപ്പ് ചെയ്യുന്നത്, ദെൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ സിമെന്റ് സ്റ്റോക്സുകളിൽ ACC തന്നെയാണ് എപ്പോഴും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ സിമെന്റ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 1.5 വർഷത്തിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ക്യാപെക്സ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെക്ടറിൽ തന്നെയാണ്. ഒരുപാട് പ്ലേയേഴ്സ് അതിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും കപ്പാസിറ്റി അഡീഷൻസിന്റെ ഓപ്ഷൻസ് യൂസ് ചെയ്യും. കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് ബൈഔട്ട്സും തീർച്ചയായിട്ടും. അത് കപ്പാസിറ്റി അഡീഷൻ ഓരോ ലാർജ് പ്ലെയർ എക്കണോമിക്സ് സ്കെയിൽ എപ്പോഴും അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാർജ് പ്ലേയേഴ്സിനെ കഴിയുള്ളൂ. സ്മോൾ പ്ലേയേഴ്സിനെ എപ്പോഴും എക്കണോമിക് സ്കെയിൽ ചെയ്യാൻ. കാരണം നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് ചൈനയോടാണ്. കറക്റ്റ്. അവിടെ ഒരു കമ്പനിയാണ് നമ്മളെ ടോട്ടൽ സിമെന്റിന്റെ പ്രൊഡക്ഷൻസിനെ ആയിട്ട് ഒരു കമ്പനി മാത്രമാണ്. അവിടെ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻസ് ആണ് ഇവിടെ ഇന്ത്യയിലെ ടോട്ടൽ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം, നമ്മൾ ഈ മാഗ്നിഫിഷ്യൻ 7 എന്ന് പറഞ്ഞ സ്റ്റോക്സ് ഉണ്ടല്ലോ, ഈ ടെസ്ല, മൈക്രോസോഫ്റ്റ്, NVIDIA, ആപ്പിൾ, അതെല്ലാം കൂടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റായി മാറുന്നതാണ്. അതാണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അത്രയും ബിഗ് ആണ് നാഷണൽ കമ്പനി, ഗ്ലോബൽ കമ്പനീസ് എന്നുള്ളതാണ് അതിന്റെ ഒരു രസം. അവർ ആ പ്ലേയേഴ്സിനെ അവിടെ നമ്മൾ മത്സരിക്കണമെങ്കിൽ ഇവിടെ വലിയ പ്ലേയേഴ്സ് വരണം, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ വരണം, അച്ചീവ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഞാൻ സിമെന്റ് സ്റ്റോക്സിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ഉള്ള ആളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്
ഓ, കേബിൾസ് ആൻഡ് വയർസ്. കേബിൾസ് ആൻഡ് വയേഴ്സിൽ ഞാൻ പോസിറ്റീവായിട്ടുള്ള ഇതാണ്. ദെൻ വോൾട്ടാസ്, വോൾട്ടാസിൽ ഇപ്പോൾ എയർ കണ്ടീഷനിങ് ആൻഡ് EPC കമ്പനി. അതെ, അതിലും പോസിറ്റീവായിട്ടുള്ള വ്യൂ ഉള്ള ആളാണ്. ടാറ്റ മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കമ്പനിയാണ് വോൾട്ടാസ് എന്നാണ് പറയപ്പെടുന്നത്. കാര്യം വോൾട്ടാസിന്റെ കേപ്പബിലിറ്റി ഈവൻ നമുക്ക് വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയ്ക്ക് വരെ EPC ചെയ്ത കമ്പനിയാണ്. അതിന്റെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണെന്നാണ് നമുക്ക് പറയപ്പെടുന്നത്. പത്മരാജ്, ഇത് കൂടാതെ നമ്മൾ ടൂറിസം ഇൻഡസ്ട്രി, തീർച്ചയായിട്ടും ടൂറിസത്തിന് ഒരുപാട് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ടൂറിസം കൊടുക്കുന്നത് കാരണം ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊടുത്ത ഒരുപാട് അസറ്റ്സ് നമുക്കുണ്ട്. അതായത് നമ്മൾ ഒരുപാട് എയർപോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രിഡ്ജസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നാഷണൽ ഹൈവേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ മൾട്ടിപ്ലയർ എഫക്റ്റ് അല്ലേ? അതായത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ, അനീഷ് പറഞ്ഞ പോലെ, ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും അഡ്രസ് ചെയ്തു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ. അതായത് ഇതുവരെ ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പോർട്ട് ഉണ്ടാക്കാനും ഉഡാൻ സ്കീമിൽ എന്താ പറയുക കണക്ടിവിറ്റി ഒക്കെ മാനേജ് ചെയ്ത് ചെറിയ ചെറിയ Tier 2 Tier 3 എയർപോർട്ട്സ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ ഒരു കൂടി തന്നെ ഈ ബഡ്ജറ്റിൽ ഈ പുഷ് അതിന്റെ ഒരു ഡിമാൻഡ് സൈഡും കൂടെ അഡ്രസ് ചെയ്തില്ലേ? അത് എന്താണ് അഭിപ്രായം? അതിൽ ഏത് സെക്ടേഴ്സ്, ഏത് സ്റ്റോക്സുകളൊക്കെ ആയിരിക്കും പൊതുവെ? അതും കൂടെ ചേർത്ത് നമുക്ക് സെക്ടർ സംസാരിച്ചാൽ പ്രേക്ഷകർക്ക് ഒരു രസമായിരിക്കും. പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പൊതുവെ പറയാൻ താല്പര്യപ്പെടാറില്ല. എന്നാലും ഞാൻ പറയാം, ഈ ഇപ്പോൾ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് വരുമ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയൊക്കെ ഇപ്പോഴും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചറിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ച് കൂടുതൽ തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ഉള്ളത്. അത് ഇനി അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം അതൊരു അൺറിട്ടൺ ലോ പോലെയാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടെ 4 ലൈൻ വരുന്നില്ല എന്ന് നോക്കിക്കൊണ്ടിരുന്നില്ല. അത് ഇവിടത്തെയും കൂടെ സർക്കാരിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ കേരളം വിട്ട് പുറത്ത് ഏത് സംസ്ഥാനത്ത് പോയാലും 4 ലൈൻ 6 ലൈൻ ആവുകയാണ്. 6 ലൈൻ നിൽക്കുന്നത് 8 ലൈൻ്റെ പ്രൊവിഷൻ ചെയ്ത് വെക്കുകയാണ്. മൊത്തം കേരളം 3-4 പ്രാവശ്യം ഓടുന്ന രീതിയിലാണ് UP-യിലൊക്കെ ഒരു 3-4 കൊല്ലം കൊണ്ട് വരുന്നതൊക്കെ. അപ്പോൾ ആ ഗവൺമെൻറ് ഗോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം ബിൽഡ് ചെയ്യുക. പോർട്ടാവട്ടെ, എയർപോർട്ടാവട്ടെ, എന്തിതായാലും ഇൻഫ്രാസ്ട്രക്ചർ പക്കയായിട്ട് ബിൽഡ് ചെയ്യുക. അത് ട്രാവൽ ആൻഡ് ടൂറിസത്തിന് ബെനിഫിറ്റ് ചെയ്യും. അതുകൂടാതെ ഇത്തവണ ഉഡാൻ 2 വേർഷൻ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന 120 ചെറു പട്ടണങ്ങൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ അതൊരു 40 സീറ്റർ എയർക്രാഫ്റ്റ് വെച്ചെടുക്കാൻ വലുത് വെക്കേണ്ട ആ ഡിമാൻഡ് ഉണ്ടാവും. ലഗേജ് ഇൻഡസ്ട്രി ലോജിസ്റ്റിക് എല്ലാത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഇതായിരിക്കും. അപ്പോൾ കണക്ടിവിറ്റി, അപ്പോൾ ഏത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കുംഭമേള ടൈപ്പ് ഇത് നടക്കുന്ന ഇതിലെല്ലാം കണക്ടിവിറ്റിയൊക്കെ ഒരു പ്രശ്നമാവരുത് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം തന്നെ അത് ഹെൽപ്പ് ചെയ്യും. ഓടിയും അതിൽ ഈ എയർപോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കഴിഞ്ഞ 10 കൊല്ലത്തിൽ നമ്പർ ഓഫ് എയർപോർട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് നമ്പേഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ടിവിറ്റി എല്ലാം ഇവർക്ക് ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ അറിയാം. അതേപോലെ തന്നെ അത് എക്കോണമിയിലേക്ക് വരാനുള്ളതും എല്ലാം എൻ്റെ റീസൺസ് ഉണ്ടെന്നും അറിയാം. അപ്പോൾ അതെല്ലാം കൂടെ നോക്കി ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി എന്നുണ്ട്, ഹോട്ടൽ ഇൻഡസ്ട്രി ആവട്ടെ, ഇതെല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ കൂടെ ഈ ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ഈ മെഡിക്കൽ ടൂറിസത്തിനെ കുറിച്ച് വലിയ പാക്കേജസുകളാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ ഹോസ്പിറ്റൽ സ്റ്റോക്സിന് അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമുക്ക് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആസ്റ്റർ DM പോലുള്ള കമ്പനികളൊക്കെ ഉണ്ട്, അതിനുമൊക്കെ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കില്ലേ ഇത്? തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ ഈ കണക്ടിവിറ്റി വരുമ്പോൾ ഹോസ്പിറ്റൽസിനും കൂടെ ബെനിഫിറ്റ് ഉണ്ട്. ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നല്ലത് ഇരിക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ ഭയങ്കരമായിട്ട് ആംഗിൾ നിൽക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ തന്നെയുണ്ട്. അത് കാര്യമായിട്ടൊരു മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സാധാ സൈറ്റ് സീയിങ് ടൂറിസത്തിനെക്കാളും കൂടുതൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ മുമ്പോട്ട് നിൽക്കുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് നമ്മൾ കവർ ചെയ്തു, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്. ബട്ട് നമ്മുടെ ഡിസ്കഷൻ ഒരിക്കലും അവസാനിക്കുന്നില്ല പോസിറ്റീവ് മാത്രം സംസാരിച്ചാൽ. പ്രിൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കൊല്ലം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തു, ഒരുപാട് സൈക്കിൾസ് കണ്ടു, ഒരുപാട് ബഡ്ജറ്റ് കണ്ടു. തീർച്ചയായിട്ടും വിട്ടുപോയ കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രിൻസിന് അറിയാം. പ്രിൻസിന് അത് കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർ കാണാത്തത്, മറ്റുള്ളവർ കേൾക്കാത്തതും പ്രിൻസിന് കേൾക്കാൻ പറ്റും. പ്രിൻസ് ഇതിൽ എന്ത് എക്സ്പെക്ട് ചെയ്തത് വന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് പ്രിൻസ് ഇതിൽ കാണുന്നുണ്ടോ? അല്ല, ഈ ബജറ്റ് ഒരു നെഗറ്റീവ് ബജറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റും ഒരു ബോധപൂർവ്വം ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഫസ്റ്റ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഗ്ലോബലി ഒത്തിരി നെഗറ്റീവ് ന്യൂസുകളുണ്ട് സൂരജ്. ഇപ്പം ഗ്ലോബലി പ്രത്യേകിച്ച് ട്രംപ് വന്നതിന് ശേഷം വലിയ തോതിലുള്ള അൺസർട്ടനിറ്റീസ് ഗ്ലോബലി ഉണ്ട്. താരിഫുകൾ കൂടുന്നു, ഗ്ലോബൽ ട്രേഡ് എങ്ങോട്ട് പോകും, WTOയുടെ റോൾ എന്താണ്, ഇനിയിപ്പം ഈ പഴയ ഒരു ഗ്ലോബലൈസേഷൻ എന്നുള്ള തീമിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്താവും, നമ്മുടെ കറൻസി എന്താവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വലിയ ഫിയർ ഉണ്ട്. ബജറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ട്രേഡിംഗ് ഡേയിൽ തുടക്കത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ബജറ്റ് അല്ല റിഫ്ലക്ട് ചെയ്തത്, ട്രേഡ് താരിഫിനെ ഓവർഷാഡോഡ് ആയി പോയ സംഗതി. അത്രമാത്രമാണ് ഗ്ലോബലി അതിനുള്ള ഇമ്പോർട്ടൻസ്. ആ സമയത്ത് നമ്മളൊരു നെഗറ്റീവ് ബജറ്റോടായിരുന്നു വരുന്നുണ്ടായിരുന്നെങ്കിൽ
തീർച്ചയായിട്ടും ബജറ്റ് ഡേയിൽ സൂരജ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, ബജറ്റ് ഡേയിൽ തന്നെ വലിയ മൂവ്മെൻറ്റുകളൊന്നും ഇല്ലാതെ അങ്ങനെ വന്ന് സ്റ്റെബിലൈസ് ചെയ്തത് തന്നെ ഈ ബജറ്റ് നന്നായതുകൊണ്ടാണ്. അല്ലെന്നുണ്ടായിരുന്നു അന്ന് തന്നെ മാർക്കറ്റ് താഴേക്ക് റിയാക്ട് ചെയ്തതിന്. ഇന്ന് അതായത് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ ആയിട്ടുള്ള മൺഡേ തൊട്ട് മാർക്കറ്റ് കുറച്ചുകൂടെ നെഗറ്റീവ് റിയാക്ഷൻ സ്ട്രോങ് ആയതിന്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് കമ്പാരിറ്റീവ്ലി കുറവുള്ള ഒരു ബജറ്റാണിത്. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് സൈറ്റഡ് ആയിട്ടുള്ള ഒരു ബജറ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഈ ബജറ്റ് വന്നിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനും മറ്റുമൊക്കെ വലിയ സ്പെൻഡിങ് പറയുന്നു, ഒരാംഗിൾ പറയുക, പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ കുറച്ച് മാർക്കറ്റ് ചെറുതായിട്ട് കയറിയേനെ. പക്ഷേ ജനറലി ആളുകൾക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ ഇനി ഇപ്പോൾ റോഡൊക്കെ കണ്ടമാനം ഉണ്ടാക്കിയിട്ടാലും ആളുകൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഡിമാൻഡ് മറ്റു രീതിയിൽ ആളുകളുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ, ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക്ക് അവിടെയും സഫർ ചെയ്യും, കൺസംഷൻ സൈഡിൽ. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്താണ് ഇത്തവണ ഇത് ചെയ്തേക്കുന്നത്. ഇപ്പം ചെയ്തതെല്ലാം നെഗറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ 2 വർഷം മുമ്പേ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറയും. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊന്നും നടക്കത്തില്ലല്ലോ. പിന്നെ രണ്ടാമത് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചില ഡേറ്റകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഈ തവണ ഇപ്പം ടാക്സസ് ഒന്നും കൂടിയില്ല എന്നുള്ള ഒരു പോസിറ്റീവ് ആണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ നമ്മൾ ലുക്ക് അറ്റ് അവർ ടാക്സ് ടു GDP റേഷ്യോ വിച്ച് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ്. അപ്പോൾ ഇപ്പോൾ US 20% ഉണ്ട്, ഇവിടെ 19.5 ഉള്ളതെന്ന് പറഞ്ഞതിനകത്ത് കാര്യമൊന്നുമില്ല. US അതുപോലെ മാച്ചിങ് ആയിട്ടുള്ള പല ഫെസിലിറ്റീസും അവർ സിറ്റിസൺസിന് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ സ്കീംസ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്താതെ നോക്കിയാൽ ടാക്സ് ടു GDP റേഷ്യോ ഇസ് ഹയസ്റ്റ്. പിന്നെ രണ്ടാമത് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റിനെ പറ്റി ആളുകൾ പറഞ്ഞു. ഈ ഗവൺമെൻറ്, ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം 2014 തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നപ്പോഴും ഇപ്പം നിർമ്മലാ സീതാരാമൻ ഉള്ളപ്പോഴും എല്ലാവരും ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഓഫ് കോഴ്സ് കോവിഡ് വന്ന സമയത്ത് അതൊന്ന് ഷൂട്ടപ്പ് ചെയ്ത് പോയി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെമ്പററി ആണ്. അത് ഒഴിവാക്കിയാൽ എപ്പോഴും അവർ ബോറോയിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് ഡെറ്റ് ടു GDP എന്നാക്കി. ഡെറ്റ് ടു GDP എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കമ്പാരിസൺ ഇനി അടുത്ത വർഷം തൊട്ട് വരാൻ പോകുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് രീതി കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ബോറോ ചെയ്ത് അനാവശ്യമായിട്ട് ബ്ലോ അപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവർ പോയിട്ടില്ല. ഒരു ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പോഴും ഈ ടാക്സ് റിഫോംസിൻ്റെ കാര്യം നമ്മൾ വർഷങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ, ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രോസസ്സിലേക്കാണ് അവർക്കെല്ലാം താല്പര്യം. ഗവൺമെൻറ്റിന് പലപ്പോഴും ഇപ്പോൾ ഡിജിറ്റൽ ടെക്നോളജീസ് വന്നു, ഓൺലൈൻ വന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ പല ടാക്സ് റൂൾസും കണ്ടമാനം കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഹോപ്പ് ഇപ്പം തന്നിട്ടുണ്ട്. ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഒരു പുതിയ ഇൻകം ടാക്സ് ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രൂഡൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ എന്നാലും അവിടെ ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറുകളും ടാക്സ് ലാബുകളും ഒക്കെ മാറ്റി കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്കീം വന്നാൽ, സൂരജ് പറഞ്ഞ ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കൂടുതൽ ആളുകൾ കംപ്ലൈ ചെയ്ത് കൂടുതൽ ആളുകൾ വില്ലിംഗ് ആയിട്ട് വന്ന് ഈ ഒരു ടാക്സസ് ഒക്കെ പേ ചെയ്ത് ബ്രോഡൻ ചെയ്ത് വരുമ്പോൾ ഗവൺമെൻറ്റിന് അതിൽ നിന്ന് കിട്ടാവുന്ന വരുമാനം വളരെ വലുതാണ്. നേരത്തെ ഒരാൾ GST പറ്റി പറഞ്ഞു, അതായത് GST കളക്ഷൻ, GST റേറ്റ്സ് ആർ വെരി ഹൈ ഹിയർ. അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഇൻകം ടാക്സ് ഇൻകം ഉള്ളവരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. തമാശക്കായിട്ട് ആളുകൾ പറയും ഇൻകം ടാക്സിൻ്റെ സ്ലാബൊക്കെ നിങ്ങൾ കൂട്ടി, വേറെ ഇസ് ദ ഇൻകം എന്ന് ചോദിച്ചുകൊണ്ടൊക്കെയുള്ള ഒത്തിരി ഇതൊക്കെ കണ്ടു ഇന്ന്. പക്ഷേ ഇൻകം ടാക്സിനപ്പുറത്തേക്ക് നമ്മൾ GST എന്നൊക്കെ പറയുന്നത് ആളുകൾ എന്ത് കൺസ്യൂം ചെയ്താലും GST വരും. ഗവൺമെൻറ് GST കൂടി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള റവന്യൂ കൂട്ടുക എന്നുള്ള ഒരു അറ്റംപ്റ്റിൽ നിന്നും മാറി ഇത് രണ്ടാമത്തെ രീതിയിൽ റവന്യൂ കൂട്ടുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മൂന്നാമതുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 2 വർഷം മുമ്പ് ഇലക്ഷന് മുമ്പ് ഈ ഗവൺമെൻറ് വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്തിരുന്നു. ഞാൻ ഒരിക്കലും ഗവൺമെൻറ്റിനെ കുറ്റം പറയത്തില്ല, അങ്ങനെ ചെയ്യണം. കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ബേസിക് ആയിട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഡിപ്പ് വന്നു. ഈ കഴിഞ്ഞ ബജറ്റ്, അതായത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു. എന്തുകൊണ്ട് വിഡ്രോ ചെയ്തു? അതിൽ നമ്മളിപ്പോൾ ഒരു 2-3 ലക്ഷം കോടി അഡീഷണൽ ആയിട്ട് അലോക്കേറ്റ് ചെയ്താൽ അത്രയും കൂടെ ഡെഫിസിറ്റ് കൂടും. അപ്പോൾ പിന്നെയും ബോറോ ചെയ്യും, അപ്പോൾ പിന്നെയും കറൻസി വീക്ക് ആവും. ഹെഡ്ലൈൻ അങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് അവർ ബോധപൂർവ്വം അത് ചെയ്തില്ല. പക്ഷെ നമ്മൾ അന്നേരം ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പ്രൈവറ്റ് ക്യാപെക്സ് വിൽ പിക്കപ്പ്. ഇതാണ് പ്രധാനപ്പെട്ട എക്സ്പെക്റ്റേഷൻ. ഈ സാധനം ഇവിടെ നടന്നില്ല. താങ്കൾ പറഞ്ഞ പോലെ PLI സ്കീംസ് വന്നു, കുറച്ച് കമ്പനികൾ ചില സെക്ടേഴ്സിൽ, ഇപ്പോൾ മൊബൈൽ മാനുഫാക്ചറിങ് പോലുള്ള സെക്ടേഴ്സിലൊക്കെ വന്നു. ജനറലി പ്രൈവറ്റ് ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ അതല്ല. പ്രൈവറ്റ് ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കോർപ്പറേറ്റ്സ് ഉണ്ട്. ശരിയാണ്, ഒരു അദാനി ഗ്രൂപ്പ് കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ കഴിഞ്ഞ് 3-4 വർഷങ്ങളായിട്ട് ചെയ്തു. അവർ ഇച്ചിരി ബാക്ക് ഫുട്ടിലേക്ക് പോയി, കോൺട്രവേഴ്സീസ് ഒക്കെ വന്നപ്പോൾ. മറ്റ് ഗ്രൂപ്പുകൾ, ഇന്ത്യയിൽ ക്യാഷ് റിച്ച് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളും ഇപ്പോഴും കപ്പാസിറ്റി ബിൽഡിങ്ങിലൊക്കെ ഷൈ അവേ ആണ്. സിമെൻറ്റിനെ പറ്റി ആളുകൾ പറഞ്ഞു, സിമെൻറ്റ് സെക്ടറിൽ കുറച്ച്
പുതിയ കപ്പാസിറ്റി ഒന്നും ബിൽഡ് ചെയ്തില്ല, Consolidation കൺസോൾട്ടേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ലാർജ് സ്കെയിൽ പ്രൈവറ്റ് ക്യാപെക്സ് ആണ്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു ന്യൂസ് വന്നിരുന്നത് ഈ ടാരിഫ് ട്രംപ് വരികയാണെങ്കിൽ ഈ ടാരിഫ് വന്നു കഴിഞ്ഞാൽ അവരുടെ പലരുടെയും സപ്ലൈ ചെയിൻ മാറും, അല്ലെങ്കിൽ എക്സ്പാൻഷനെ കുറിച്ച് റോ മെറ്റീരിയൽസ് ഇപ്പോൾ ബഡ്ജറ്റിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതിന് മുമ്പേ ക്രിട്ടിക്കൽ മിനറൽസ് ഇപ്പോൾ എന്ത് ഇൻഡസ്ട്രി നമ്മൾ എടുത്താലും, അതായത് EV എടുത്താലും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഓട്ടോമേറ്റർ, ഈ ലിത്യം, ഇത് ഗാലിയം, ഇതേപോലെ പുതിയ പഴയ സ്റ്റീലും അലൂമിനിയം ഒക്കെ പോയി, കോപ്പർ മാത്രമല്ല ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ മെറ്റൽസും മിനറൽസും ആവശ്യമുണ്ട്. ഇതിന് പോലും ഒരു സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്നു. അത് അടുത്ത കാലത്ത് ബഡ്ജറ്റിന് മുമ്പെയാണ് ആ പോളിസി വന്നത് തന്നെ. ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ച് ബഡ്ജറ്റിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അനീഷിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ പറയാൻ വന്ന പോയിന്റ്, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ക്യാപെക്സ് പിക്കപ്പ് ചെയ്യാത്തതെന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതെന്താ ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് ക്യാപെക്സ് പിക്കപ്പ് ചെയ്യാത്തത് ആളുകൾക്ക്, ഈ പ്രൈവറ്റ് ക്യാപെക്സ് ഇടാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക്, സ്റ്റാർട്ടപ്പുകളും മറ്റുമൊക്കെ കുറെ ആക്ടിവിറ്റി വരുന്നുണ്ട്, അവർക്ക് നല്ല ബജറ്റുമാണിത്, അവരെ നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ന്യൂ ജനറേഷൻ ഡിജിറ്റൽ ടെക്നോളജി ഉള്ള മറ്റേ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള കമ്പനികളെയൊക്കെ സപ്പോർട്ടീവായിട്ട് അവരുടെ വർക്കേഴ്സിന് ഒറിജിനൽ വർക്കേഴ്സായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഉള്ള ഒരു സ്കീമൊക്കെ ഇതിനകത്ത് കണ്ടു. സോ ദോസ് ആർ ഓൾ ഗുഡ് തിങ്സ്. ബട്ട് ഞാൻ അതല്ല പറഞ്ഞത്, ലാർജ് കപ്പാസിറ്റി ബിൽഡപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ ഇൻഡസ്ട്രിയിലും വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അത് ഓട്ടോമാറ്റിക്കലി വരും. അതിനുള്ള ഡിമാൻഡ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ അല്ലെങ്കിൽ എക്സ്പോർട്ട് മാർക്കറ്റിൽ അതിനുള്ള ഡിമാൻഡ് ഉണ്ടോ? ഇപ്പോൾ എന്തുകൊണ്ട് ഈ വലിയ ആളുകൾ കാശില്ലാത്തതുകൊണ്ടോ പണ്ടത്തെ പോലെ ലിവറേജ് ആയിട്ട് അവരുടെ ബാങ്ക് ലോണൊന്നും എടുത്ത് കോർപ്പറേറ്റ്സിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ റീസണബിളി ഓക്കെയാണ്. റീറ്റെയിൽ സെഗ്മെൻറ്റിൽ കുറച്ച് ഓവർ ലിവറേജ്ഡ് ആണെന്നൊക്കെ പറയുന്നു. പക്ഷേ റീറ്റെയിൽ സെഗ്മെൻറ്റ് എന്താണെങ്കിലും ഒരു കാരണവശാലും MFIയിലൊക്കെ ചെറിയ സ്ട്രെസ് ഉണ്ടെന്ന് പറയുമ്പോഴും അതൊന്നും ബ്ലോ ഔട്ട് ചെയ്ത് വലിയൊരു ക്രൈസിസ് ആയിട്ട് പോകത്തില്ല. കോർപ്പറേറ്റ് ലിവറേജ് വരുമ്പോഴാണ് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇപ്പോൾ കോർപ്പറേറ്റ് ലിവറേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ചുരുക്കത്തിൽ കയ്യിൽ കാശുള്ളവരും 5000 കോടി രൂപയും 10000 കോടി രൂപയും ക്യാഷ് ബാലൻസ് ഉള്ള കമ്പനികൾ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നത് എന്താണെന്നുള്ളത് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അവർക്ക് കൊടുക്കണം. കൺസിസ്റ്റൻസി വേണം. വേറെ രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ ഒരു ബാധ്യതയാകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സ് റേറ്റ്സ്, ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്സ് കുറച്ചു, മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചു എന്ന് പറഞ്ഞു. ലുക്ക് അറ്റ് വാട്ട് ട്രംപ് ഈസ് ഡൂയിങ്, വാട്ട് ഈസ് സേയിങ്. ഇപ്പോൾ എല്ലാവരും ട്രംപിനെ വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അദ്ദേഹം അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസിയൊക്കെ ഞാനും അതിനത്ര സപ്പോർട്ടീവ് ഒന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും പുള്ളി പറയുന്നത് ഞാൻ ടാക്സ് റേറ്റ്സ് കുറച്ചുകൊണ്ട് വരും, ഇവഞ്ച്വലി ഇൻഫ്ലേഷൻ കുറയും, ചലഞ്ച് ചെയ്തേക്കാം. അപ്പൊ ആ രീതിയിൽ ഇതൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യും ഗ്ലോബലി. അപ്പൊ നമ്മളിവിടെ ടാക്സ് റവന്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതല്ല ബജറ്റിന്റെ ഗോള്. ബജറ്റ് അത് ഇത്തവണ അവർ ചെയ്തിട്ടുമില്ല കേട്ടോ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കി പ്രൈവറ്റ് ക്യാപെക്സ് പിക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗോള്. അത് ചെയ്യുന്നതിനുള്ള ഇഷ്യൂസ്, ഒരു അനൗൺസ്മെന്റ്സ് അത്ര വില്ലിംഗ് ആയിട്ട് ഗവൺമെന്റ് ഈ ബജറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ്. ഓക്കെ, അനീഷിന് എനിക്ക് തോന്നുന്നു അനീഷിന്റെ ടൂറിസത്തിൽ എന്തോ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ സ്റ്റോക്സുകൾ പറയാനുണ്ടായിരുന്നു. അത് നമ്മൾ ITC ഹോട്ടൽസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, അതേപോലെ തന്നെ നമ്മളെ ഭാരതി എയർടെൽ, ഇതിലൊക്കെ തന്നെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അസംഷൻ. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യാനായിരുന്നു. ഓക്കെ, നമ്മുടെ സമയപരിമിതി കാരണം ഞാൻ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോകുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ മിനിറ്റ് ഓരോരുത്തർക്ക്. എന്താണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് കഴിഞ്ഞു, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ D-Day നമുക്ക് കഴിഞ്ഞു, എങ്ങനെയാണ് ഈ ഫ്യൂച്ചർ ഈ പറയുന്ന പോലെ 2025-2026 അസസ്മെന്റ് ഇയർ, ഫിനാൻഷ്യൽ ഇയറിനെ എങ്ങനെ അഭിമുഖീകരിക്കണം? അല്ല, ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി സേവിങ്ങിൻ്റെ രൂപത്തിൽ തന്നിട്ടുണ്ട്. എനിക്കൊന്നും 97-ന് ശേഷം ഇത്രയും ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ ബെനിഫിറ്റ് കൊടുത്ത വേറെ ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ പുതിയ ടാക്സ് റെജീമിൽ തന്നെ 7 lakhിൻ്റെ ഇത് കൂടിപ്പോയ 8 lakh വേണോ, 9 lakh ആവോ. പിന്നെ ഒരു മാക്സിമം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചത് 10 ലക്ഷമായിരുന്നു. അപ്പോൾ അതിനെയും ഓപ്ഷൻ വെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അവരവർക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അവർക്ക് സേവിങ് മെൻറ്റാലിറ്റിയാണ് പൊതുവെ ഇന്ത്യൻസിനുള്ളത്. എന്നാലും സമീപകാലങ്ങളിൽ പുതിയ ജനറേഷന് അതൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അപ്പോൾ സേവിങ് അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റും സ്പെൻഡിങ്ങും ഒക്കെ ആയിട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു സുവർണ്ണ അവസരമാണ്. അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. കാരണം ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ്. ഇത് നമുക്ക് വളരെ ഫോർച്യൂണായിട്ടായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. നമ്മളത് വൈസായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. കൺസപ്ഷൻ എപ്പോഴും ഒരു ഇക്കോണമി ലൈവാക്കി നിർത്തും. അതുകൊണ്ട് ഞാൻ കൺസപ്ഷന് അനുകൂലമാണ്. അപ്പോൾ അത് കൺസ്യൂം ചെയ്യണം. അതോടൊപ്പം തന്നെ
നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് വേണം. ആ ഈ സേവിങ്സ് അസറ്റ് അലോക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ വളരെ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എത്രയാണോ നമ്മളുടെ സേവിങ്സ് അതിനെ നമ്മൾ അസറ്റ് അലോക്കേഷനിൽ എന്നുള്ള ആ പ്രിൻസിപ്പിൾസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇയർ തന്നെ ആയിരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, പ്രിൻസ് ജോർജ്. എനിക്ക് തോന്നുന്നത് ഒരു നല്ല ബജറ്റാണ്. ഇവർ രണ്ട് പാനലിസ്റ്റുകളും പറഞ്ഞ പോലെ, സൂരജും നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട്, വളരെ കുറച്ച് നെഗറ്റീവ്സ് കഷ്ടപ്പെട്ടേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇന്ത്യൻ മാർക്കറ്റുകളുടെ ലോങ് ടേം പൊട്ടൻഷ്യലൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല മാർക്കറ്റിൽ. ഇപ്പോൾ ഷോർട്ട് ടൈമിൽ കുറച്ച് ക്ലൗഡിയാണ്, പക്ഷേ ഹോപ്പ്ഫുള്ളി അടുത്ത ഒരു 7-ാം തീയതി റിസർവ് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ വലിയ ഡൗൺവേർഡ് ട്രെൻഡിലേക്കൊന്നും മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് ഇല്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആളുകൾ ഈ അവസരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറി, ഒരു 10 ഇയർ 15 ഇയറിലെ 20 ഇയർ ഹൊറൈസണിലൊക്കെ നോക്കിയുള്ള ഗ്രോത്ത് സ്റ്റോറി ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കോൺഫിഡൻസോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, വളരെ പോസിറ്റീവായിട്ടും വളരെ കൺസ്ട്രക്റ്റീവായിട്ടാണ് നമ്മുടെ പാനലിസ്റ്റുകൾ ഈ ബഡ്ജറ്റിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അവർ പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഗിവൺ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങളുടെ കൺസംഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കൺസ്യൂം ചെയ്യുക, സേവ് ചെയ്യുക, നാളത്തേക്കായിട്ടുള്ള നല്ല സ്റ്റോക്സുകൾ കണ്ടുപിടിക്കുക. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളെല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.